നമസ്കാരം. എല്ലാവർക്കും എറ്റേണൽ ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാലയാണ്. തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള പനീറിൻ്റെ ഈ പോപ്പുലർ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഗ്രേവിക്കായിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള സവോളയും തക്കാളിയും എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ആപ്പിൾ തക്കാളി എന്നൊക്കെ പറയുന്ന അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. നമുക്കിതൊന്ന് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇതൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാബീൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റേത് റിഫൈൻഡ് ഓയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷേ സോയാബീൻ ഓയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്തൊന്ന് ബ്രൗൺ നിറാവുന്നവരെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഒണിയൻ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 8 കാഷ്നട്ട് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കാനുള്ളത് കാശ്മീരി ചില്ലിയാണ്. ഒരു 8 എണ്ണം ചേർത്തിട്ടുണ്ട് ഞാൻ. ഒരു 8 മുതൽ 10 എണ്ണമൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒണിയൻ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കാവുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായി. ഇതേ നമ്മുടെ തക്കാളി ഒണിയനൊക്കെ നന്നായിട്ട് കുക്കായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. വീണ്ടും സെയിം കടായി തന്നെ ഒന്നുകൂടെ കഴുകിയിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അമൂലിൻ്റെ സോൾട്ടഡ് ബട്ടർ ഒരു വലിയ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാബീൻ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി ഈ എണ്ണയിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഓണിയൻ പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് കുറുക്കിയെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്ന അത്രയും നേരം നമ്മൾ ചെറു തീയിലിട്ടിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഓണിയൻ ഗ്രേവിക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ടെക്സ്ചറും ആ ഒരു ഫ്ലേവറും കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരിവായാൽ മതി, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ. ഇത് നമ്മൾ വഴറ്റി തുടങ്ങുമ്പോഴുള്ള ഒണിയൻ ഗ്രേവി ആയിരുന്നു. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞിട്ടുള്ള ഒണിയൻ ഗ്രേവിയാണ്. ഈ പരിവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 100 ഗ്രാം പനീർ, 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇത്ര ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രേവി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, ഒരു പാത്രപ്പാകാവുന്നവരെ. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓളൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.